ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ദേവയാനിയും എല്ലാവരും കൂടെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഈ പേരും പറഞ്ഞ് ഇനി എൻ്റെ മരുമോളെ എങ്ങനെ നീ വേദനിപ്പിച്ച നീ പിന്നെ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും. അത് കേട്ടതും അനി അതെ, ഏട്ടത്തിക്ക് ഈ വീട്ടിലെ എല്ലാ അധികാരവും ഉണ്ട്, ഇവളെക്കാളും കൂടുതൽ. അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തിയെ വിളിച്ചോണ്ട് വന്നത് ഏട്ടത്തിയുടെ അമ്മായിയമ്മയാ, എൻ്റെ വലിയമ്മ. അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ നിന്ന് ആരും അങ്ങനെ ഇറക്കി വിടാമെന്ന് വിചാരിക്കണ്ട. ഏട്ടത്തി ഇവിടെ തന്നെ ഉണ്ടാവും. ഏട്ടത്തിക്കും ഇവിടെ എല്ലാ അധികാരവും അവകാശവും ഉണ്ട്, അതാരും തടുക്കണ്ട. അമ്മ പോലും ഏട്ടത്തിക്ക് നേരെ ശബ്ദമുയർത്തി സംസാരിക്കുകയും വേണ്ട എന്നും അനി തറപ്പിച്ച് പറയുക. ഇത് കേട്ടതും ദേവയാനിക്ക് സന്തോഷമായി. സന്തോഷത്തോടെ ദേവയാനി ചിരിക്കുക. എന്നിട്ട് ഞാൻ പറയേണ്ടതാ ഇവൻ പറയുന്നത്. എൻ്റെ മരുമകൾ ഇനി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, ആരൊക്കെ എതിർത്താലും എന്നും മനസ്സിലാലോചിച്ചിട്ട് ദേവയാനി നയനയെ നോക്കുക. എന്നിട്ട് നയനെ, എൻ്റെ മോന് വേണ്ടിയാ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്, ചെല്ല് അകത്തേക്ക് പോ എന്നും ദേവയാനി പറയുകയാണ്. അത് കേട്ടതും ജാനകി, ഇവളെ എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിടുന്നത്? എനിക്കിവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അപ്പോൾ ജലജ, എന്തിനാടി ഇനി നോക്കി നിൽക്കുന്നേ? കയറ്, വലതുകാല് വെച്ച് ഒന്നുകൂടെ പോയി കയറ് എന്നും പറയുക. അത് കേട്ടതും നയന ദേവയാനിയെ നോക്കുക. നിന്നോട് അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? അങ്ങനെ നയന അകത്തേക്ക് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക. എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവളിങ്ങോട്ട് വരുമെന്ന്. വലിയമ്മ, എന്നാലും വലിയമ്മ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവളെ എന്തിനാ വലിയമ്മ പോയി വിളിച്ചുകൊണ്ട് വന്നേ? എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് എൻ്റെ മോൻ്റെ സങ്കടം കണ്ടല്ലേ പറ്റൂ. എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അവൻ രാത്രികളിൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നത് കാണാൻ വയ്യാഞ്ഞോണ്ടാ പോയി വിളിച്ചുകൊണ്ട് വന്നത്. എന്നാലും വലിയമ്മയ്ക്ക് അറിയോ, അവളെ പിടിച്ച് ഞാനൊന്ന് തള്ളിയേന് അവളുടെ അനിയത്തി എന്നെ എന്തൊരു ചവിട്ടും തൊഴിയോ തന്നേന്ന്. എനിക്ക് കരൾ ദാനം തന്ന എൻ്റെ മരുമകളെ പിടിച്ച് തള്ളിയാ പിന്നെ അവളുടെ അനിയത്തി നിന്നെ ചവിട്ടാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണോ എന്നും ദേവയാനി മനസ്സിലാലോചിക്കുക. എന്നിട്ട് സാരമില്ല മോളെ, എന്ത് ചെയ്യാനാ, അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അവൾക്ക് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക എന്നും ദേവയാനി ഒരു വാക്ക് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. ഇവൾക്ക് ചവിട്ടും തൊഴിയും കൊണ്ടിട്ടുണ്ടെങ്കിലേ അത് ഇവളുടെ കയ്യിലിരിപ്പുണ്ട, അല്ലാതെ നന്ദുവിൻ്റെയോ ഏട്ടത്തിയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല. ആര് പറഞ്ഞടാ ഇവളുടെ കയ്യിലിരിപ്പുണ്ടാണെന്ന്? ഇവളൊന്ന് പതുക്കെ പിടിച്ച് തള്ളിയെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് മോളെ എന്ത് ചവിട്ടാ അവൾ ചവിട്ടിയത്? അതിവൾ ചോദിച്ച് മേടിച്ചതാ. പിന്നെ അവളുടെ ചേച്ചിയെ പിടിച്ച് തള്ളിയാ അവൾ നോക്കി നിൽക്കുമോ? അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ ഇവളെപ്പോലെയും ഇവളുടെ കുടുംബത്തെ പോലെയൊന്നും അല്ല അവരെല്ലാവരും ഒത്തൊരുമയോടെയും സ്നേഹത്തോടെയും കഴിയുന്നവരാ എന്നൊക്കെ പറയാണ്. ഈ സമയം ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകൾ ഇനി ഈ വീടിൻ്റെ പുറത്ത് പോകില്ല, അവൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മളെ പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിയും അകത്തേക്ക് പോവുകയാണ്. ഈ സമയം എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ലല്ലോ. ഇതെന്തിനാ ഇങ്ങനെ വന്നത്? ഈ ഏട്ടത്തിക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ? എന്ത് ചെയ്യാനാ, ഏട്ടത്തിയുടെ മോനെന്ന് വെച്ച ജീവനല്ലേ, അവന് വേണ്ടിയല്ലേ വിളിച്ചുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ എല്ലാം ഒരു ഇതായിപ്പോയി. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇവളിങ്ങോട്ട് വരുമെന്ന്. സാരമില്ല മോളെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നിൽക്കവാ ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയം ആദർശ് ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നയന, ഒരാൾ വന്നിട്ടുണ്ടേ എന്നും പറയണം. അത് കണ്ടതും ആദർശ് ഞെട്ടലോടുകൂടെ നയനയെ നോക്കുക. നയനയെ കണ്ടതും ആദർശിന് ഭയങ്കര സന്തോഷമായി. ഹായ് നയന എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയെ ചേർത്ത് പിടിക്കുക. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് വലിയൊരു അത്ഭുതമാണല്ലോ. എന്താ ഇത്? നീ എങ്ങനെയാ വന്നേ? അതേ, എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണെന്നൊന്നും അറിയില്ല, എന്നാലും അയാൾ വന്ന് വിളിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള ആളോ? ആരാന്ന് ആദർശേട്ടന് പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞാൽ അച്ഛനാണോ? അല്ല. പിന്നെ മുത്തശ്ശൻ? ഒരിക്കലും അല്ല. പിന്നെ ആരാ നയനെ? അത് കേട്ടതും വേറെ ആര്? ആദർശേട്ടൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണോ? അത് കേട്ടതും ഞാനൊരു തമാശ പറഞ്ഞതാ. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോന്നൊന്നും അറിയില്ല, പക്ഷേ അമ്മ എന്നെ വന്ന് വിളിച്ചു, എല്ലാം മറന്ന് എന്നെ വന്ന് വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും സത്യമാണ് നീ പറയുന്നത്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം ആദർശേട്ടാ, വീട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് അമ്മ വന്നത്. ഞാൻ പോലും ഞെട്ടിപ്പോയി. അമ്മയുടെ വരവ് കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചു, വേറെന്തെങ്കിലും പറയാൻ വരുന്നതാണോ എന്ന്. പിന്നീടാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാനില്ലാത്തതുകൊണ്ട് ആദർശേട്ടന് ഉറക്കമില്ലാന്നും ആദർശേട്ടന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും അതുകൊണ്ട് എൻ്റെ മുന്നിൽ കീഴടങ്ങുവാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റെഡിയായി ഇങ്ങ് പോന്നേ.
അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും മതിയായിരുന്നു. പക്ഷേ അമ്മ നേരിട്ട് വന്നപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി ആദർശേട്ടാ. ആ എന്നിട്ട് അമ്മയുടെ സംസാരം പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? സ്നേഹത്തോടെ ആയിരുന്നോ? ഏയ് ഒരു മാറ്റവും ഇല്ല, പഴയതുപോലെ തന്നെ. കാറിലിരുന്നുകൊണ്ട് കുറേ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നെ വിളിക്കാൻ ഒട്ടും താല്പര്യമില്ല, ആദർശേട്ടന് വേണ്ടിയാണ് വിളിക്കുന്നത്. എൻ്റെ മോൻ്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ, അതുകൊണ്ട് അവനൊരാപത്ത് സംഭവിക്കാതിരിക്കാനാണ് നിന്നെ വന്ന് വിളിക്കുന്നേ. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. ആ പിന്നെ തിരിച്ചു പോയാലോ എന്ന് വരെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ആദർശേട്ടനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് പോകാനും തോന്നിയില്ല. എങ്ങനെയെങ്കിലും അമ്മയൊന്ന് വന്ന് വിളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആവൂ, എന്തായാലും സമാധാനമായി. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ നിന്ന് പോകരുത്. ആദർശേട്ടൻ്റെ അമ്മ ഇറക്കി വിട്ടാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ആദർശേട്ടാ. ഇനി അമ്മ തന്നെ വിളിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് അമ്മ തന്നെ നിന്നെ ഇറക്കി വിടില്ല നയനെ. എന്തായാലും സമാധാനമായി, സന്തോഷമായി. നീ വന്നുല്ലോ. ദേ ഇനി വന്നു എന്ന് കരുതി ഓടിച്ചാടി വേറെ പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആദർശേട്ടാ. ഒരു കുഴപ്പമില്ലെങ്കിലും റെസ്റ്റ് എടുക്കണം. അമ്മയെപ്പോലെ തന്നെ നിൻ്റെ ആരോഗ്യവും മോശമാണ് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഉപദേശിക്കുക. എന്നിട്ട് നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഈ സമയം. പിന്നീട് കാണിക്കുന്നത് നയന ആദർശനോട് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുക, ഞാനേ അവരെ കൂടെ ഒന്ന് ഞെട്ടിച്ചിട്ട് വരാം ആദർശേട്ടെന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം അവിടെ ചെന്ന് മുത്തശ്ശി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ എന്ത് ചെയ്യാനാ, ഈ വീട്ടിലെ താളം തെറ്റലുകൾ ഇങ്ങനെ കൂടി വരിക. അത് ശരിയാവണമെങ്കിൽ ദേവയാനി മനസ്സ് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതെ ഇനി മുതൽ ഈ മരുന്നൊക്കെ മുത്തശ്ശിന് ഞാനെടുത്തു കൊടുത്തോളാവേ എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി തിരിഞ്ഞു നോക്കി സന്തോഷത്തോടെ ചിരിക്കുക. ഹായ് നയനമോള്, ഇതെന്താ രണ്ടൊരു അത്ഭുതത്തോടെ നോക്കുന്നേ? അല്ല സ്വപ്നമാണോ നോക്കിയതാ? രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ സ്വപ്നം കാണുമോ എന്നും നയനയുടെ ചോദ്യം. ഇത് കേട്ടതും ഇതെങ്ങനെ സംഭവിച്ചു? മോളുടെ അമ്മായിയമ്മ ഒന്ന് വിളിക്കാതെ വരില്ല എന്നുള്ള ആ ഒരു വാശി അവസാനിപ്പിച്ചു വന്നാണോ മോളെ? ഇല്ല മുത്തശ്ശ, അമ്മായിയമ്മ തന്നെ എന്നെ വന്ന് വിളിച്ചത്. ആര്? ദേവയാനിയോ? അതെ മുത്തശ്ശ, അമ്മ തന്നെ എന്നെ ഒന്ന് വിളിച്ചത്. അമ്മ വന്ന് വിളിച്ചിട്ട് എന്നോട് വരാൻ പറഞ്ഞു. അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ആദർശേട്ടൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹമാണ് പറഞ്ഞത്. ഞാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു സന്തോഷമില്ലെന്നും അതുകൊണ്ട് ഞാനവിടെ ഉണ്ടായേ പറ്റുമെന്നും എൻ്റെ കാര്യങ്ങൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ സന്തോഷവും എനിക്ക് നോക്കണമെന്നും ഒക്കെ പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് വരുന്ന വഴി മോളോട് അവൾ വല്ല സ്നേഹത്തോടെ സംസാരിച്ചോ? ഇല്ല മുത്തശ്ശി, വരുന്ന വഴിയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നാലും തിരിച്ചു പോകാമെന്ന് വരെ തോന്നി. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അമ്മ വന്ന് വിളിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് പോന്നതാ എന്നൊക്കെ നയന പറയാണ് ഈ സമയം. എന്തായാലും സമാധാനമായി, മോള് വന്നല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ മുത്തശ്ശ. അയ്യപ്പസ്വാമി എല്ലാ പ്രാർത്ഥനയും കേട്ടു, എന്നാൽ മുത്തശ്ശൻ്റെ രോഗത്തെക്കുറിച്ച് മാത്രം ആ സ്വാമി കേട്ടില്ലല്ലോ. മോളെ, ആര് പറഞ്ഞു കേട്ടില്ല എന്ന്? ഇനി മുത്തശ്ശൻ ആശുപത്രി പോകുമ്പോൾ ചെക്കപ്പൊക്കെ കഴിയുമ്പോൾ അവർ പറയും എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായെന്ന്. മോള് നോക്കിക്കോ, മുത്തശ്ശന് സന്തോഷമായി. എൻ്റെ പൊന്നുമോള് വന്നല്ലോ. അപ്പം മുത്തശ്ശി വന്നു എന്ന് കരുതി അടുക്കളയിലേക്കൊന്നും ഓടിക്കയറണ്ട, അടുക്കളയിൽ കയറി പണിയൊന്നും ചെയ്യണ്ട, മനസ്സിലായല്ലോ? ഇവിടെ മോള് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പിന്നെ റെസ്റ്റ് കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുക ജാനകിയും ജലജയൊക്കെ. വെറുതെ ഇരുന്ന് പരദൂഷണം പറയാമെന്നല്ലാതെ രണ്ടെണ്ണത്തിനും വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് നന്നായിട്ട് ജോലി എടുക്കട്ടെ, മോൾ ഓടിച്ചൊന്ന് പണിയൊന്നും എടുക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ എന്നും മുത്തശ്ശനും മുത്തശ്ശിയും പറയുക. അത് കേട്ടത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, അത്യാവശ്യം പണിയൊക്കെ ഞാൻ ചെയ്യും. അതുമല്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് മനസ്സിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് പോവുക, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ആലോചിക്കുക, എൻ്റെ മരുമകൾ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും ഈ വീട്ടിൽ ജീവിക്കണം, അതിനുള്ള വഴിയൊരുക്കണം. അവൾ അറിയാതെ തന്നെ എന്നെ ഒരുപാട് കുരങ്ങ് കളിപ്പിച്ചതല്ലേ, ഇനി ഞാനും കുറച്ച് കുരങ്ങ് കളിപ്പിക്കും. എന്തായാലും അവളെ ഉള്ളു നിറയെ സ്നേഹിച്ച് പുറത്ത് അവളോട് അവഗണന കാണിച്ച് അവളെ ഞാൻ പറ്റിക്കും എന്നൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് വരിക. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അമ്മയുടെ കയ്യിൽ പിടിച്ച് നന്ദി പറയുന്ന പോലെ നിൽക്കുക. എന്താ മോനെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ നയനെ പോയി വിളിച്ചോണ്ട് വന്നൂല്ലേ? പിന്നെ എന്ത് ചെയ്യാനാ, ഇവിടെ എല്ലാവരും നിരാഹാരം കിടക്കുമല്ലേ, അവൾ വന്നില്ലെങ്കിൽ കഴിക്കില്ല എന്നും പറഞ്ഞ്. അതും എനിക്ക് വേണ്ടപ്പെട്ടവർ. അങ്ങനെയുള്ളപ്പോൾ വിളിച്ചോണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇഷ്ടമുണ്ടായിട്ട് വിളിച്ചോണ്ട് വന്നൊന്നല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാ. പിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നു എന്ന് കരുതി കൂടുതൽ അധികാരമൊന്നും എന്നോട് എടുക്കണ്ടെന്ന് പറയണം. അങ്ങനെയൊന്നും അവൾ ചെയ്യില്ലമ്മേ. അവൾക്കൊരിക്കലും അമ്മയോട് അധികാരം കാണിക്കാൻ കഴിയില്ല.
എന്തൊക്കെയായാലും അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ച് തന്നെ അവൾ നടന്നത്. പക്ഷേ അമ്മ വന്ന് വിളിക്കണമെന്നുള്ളൊരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളുടെ മുൻപിൽ തോറ്റു കൊടുത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. എനിക്കാകെ നീ ഒരു മോനാ. അങ്ങനെയുള്ളപ്പോൾ എന്നേക്കാൾ പ്രാധാന്യം നീ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ വേറെ വഴിയില്ലാതെ പോയി വിളിച്ചുകൊണ്ട് വന്നതാ. അങ്ങനെയൊന്നുമില്ലമ്മേ, അമ്മ കഴിഞ്ഞിട്ട് എനിക്കാരും വേണ്ട, മതി, നിർത്ത്. ഭാര്യയോടുള്ള നിൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. പിന്നെ നിനക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാനാ ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നത്. നന്നായിട്ട് രാത്രി ഉറങ്ങിക്കൊള്ളണം. എൻ്റെ കണ്ണിൽ കാണാൻ പാടില്ലാത്ത വല്ല കാഴ്ചകൾ കണ്ട അവളെ ഞാൻ ഇറക്കി വിടും എന്നും പറയണത് കേട്ടതും ഇനി ഞാൻ അമ്മയോടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ആദർശേ, ദേ നിനക്ക് വേണ്ടിയും നിൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ വേണ്ടിയും ഞാൻ അവളെ കൂട്ടി. ഇനി എനിക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ അമ്മ അത്? എനിക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരണം. അത് കേട്ടതും ആദർശ്, അമ്മേ ഞാൻ പറഞ്ഞല്ലോ, ആ പെൺകുട്ടി നാട്ടിലില്ല, അവളുടെ ഭർത്താവിനോടൊപ്പം പോയിരിക്കുക. എപ്പോഴാണെങ്കിലും എനിക്ക് കാണിച്ചു തന്നാൽ മതി. ഇനി എനിക്ക് അധികം അന്വേഷിച്ച് നടക്കാൻ വയ്യ എന്നും ദേവയാനി പറയുക. അത് കേട്ടതും ശരി അമ്മ എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി. ആദർശ് പോയി കഴിഞ്ഞതും നമ്മുടെ ദേവയാനി, എൻ്റെ മരുമോള് ഇനി എൻ്റെ മരുമകളായിരിക്കില്ല, എൻ്റെ മകളായിരിക്കും, എൻ്റെ സ്വന്തം മകള്. പെൺമക്കളില്ലാത്ത എനിക്ക് ദൈവം തന്ന നിധിയാണ് എൻ്റെ മരുമകൾ. അത് ഞാൻ മനസ്സിലാക്കി. ഇനി ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. എൻ്റെ സ്വത്തായി, എൻ്റെ മോൻ്റെ ഭാര്യയായി, എൻ്റെ മകളായി എന്നും അവൾ ഈ വീട്ടിലുണ്ടാവും. ഇവിടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയും എൻ്റെ സമാധാനത്തിന് വേണ്ടിയും ഞാൻ അവളെ എന്നും എൻ്റെ കൂടെ തന്നെ നിർത്തും. അവളെ കുറ്റം പറയുന്ന ആരാണെങ്കിലും അവരോടൊരു ദിവസം ഞാൻ ചോദിക്കും എന്നും ദേവയാനി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. ഈ സമയം പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. നീ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ട് നിന്നോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെയായാലും അവൾ വന്നു. ആര്? ഇവിടെ നിന്ന് പോയ മൂത്ത മരുമകൾ അവൾ വന്നോ? അമ്മായി വിളിച്ചാലേ വരുവുള്ളെന്നാണല്ലോ അവൾ പറഞ്ഞത്. അത് കേട്ടതും അവർ തന്നെയാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. നിൻ്റെ അമ്മായി. നിൻ്റെ അമ്മായിക്ക് അവളുടെ മോൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്ന്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ പോയി വിളിച്ചുകൊണ്ട് വന്നതാ. എന്തായാലും ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. അവളിങ്ങോട്ട് വരില്ല എന്നുള്ള സന്തോഷത്തിലായിരുന്നു. ഇതിപ്പോൾ അവൾ വന്നൂല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അനാമികയെ കൂടുതൽ തിളപ്പിക്കാം. അവളെ തിളപ്പിച്ച് അവസാനം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ വീഴാതെ നോക്കണം എന്നും ജലജ. ഇത് കേട്ടത് അഭി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ? ആകെ മൊത്തം ടെൻഷനായല്ലോ. ഇനി ഇവിടെ 3 മരുമക്കളും കൂടെ അടിയായിരിക്കും. അതായത് ചേച്ചി അനിയത്തി ഒന്നിച്ച് നിൽക്കും, എന്നാൽ അനാമിക ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ അഭി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളിവിടെ നിന്ന് ഇറക്കി വിടാൻ എന്നൊക്കെ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജയനെയും ആദർശിനെയാണ്. എടാ, ഇത്ര ദിവസമായിട്ട് നിൻ്റെ അമ്മ ആ കരൾ ദാനം ചെയ്ത പെൺകുട്ടിക്ക് വേണ്ടി ഓട്ടമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അയാളിനി ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞോ? അതുകൊണ്ടാണോ ദേവയാനി പോയി നയനമോളെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ വരാൻ വഴിയില്ലച്ചാ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കരൾ തന്നതിനെ പേര് ചൊല്ലി നമ്മളത് അമ്മയിൽ നിന്നും മറച്ചു വെച്ചതിന് അമ്മ നമ്മളെ വിമർശിക്കില്ലേ, വഴക്കു പറയില്ലേ, തള്ളിപ്പറയില്ലേ? അതുകൊണ്ട് അതമ്മ അറിഞ്ഞു കാണാൻ വഴിയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നും ആദർശ് പറയാം. എടാ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ദേവയാനി താഴ്ന്ന് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രഹസ്യങ്ങൾ എന്തോ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവയാനി അങ്ങോട്ട് വരിക. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ജയേട്ടനും ആദർശിനും മുത്തശ്ശനും അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നല്ലോ നയന ഇവിടെ ഇല്ലാത്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നയനെ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഞാൻ ആ പെൺകുട്ടി അന്വേഷിച്ച് നടന്നിട്ട് ആരും എന്നെ ഒന്നും സഹായിക്കുന്നില്ലല്ലോ. ആ പെൺകുട്ടി എവിടെയാ? അവളുടെ ജോലി സ്ഥലത്ത്, അവളുടെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്താണോ? അതെ അമ്മേ, ഭർത്താവിനോടൊപ്പം ജോലി സ്ഥലത്തേക്ക് പോയി. വെളിനാട്ടില്ല, ഫ്ലൈറ്റിൽ പോകേണ്ടി വരും. എവിടെയാണെങ്കിലും എനിക്ക് അവളെ കാണണം. അതിന് നമുക്ക് ഫ്ലൈറ്റിൽ പോകാം. അയ്യോ, താൻ എന്തൊക്കെയാണോ ദേവയാനി പറയുന്നേ? അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ തനിക്ക് യാത്ര ചെയ്യാൻ പാടില്ല ദേവയാനി. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യാം. എന്നാലും വേണ്ടമ്മേ, അവർക്കത് ഇഷ്ടപ്പെടില്ല. ഒരു ദിവസം ഉറപ്പായിട്ടും ആ പെൺകുട്ടിയെ അമ്മയുടെ മുൻപിൽ കൊണ്ടെത്താൻ ഞങ്ങൾ നിർത്തിത്തരും. ഇത് ഉറപ്പാണല്ലോ? വാക്ക് മാറ്റരുത്, ഒരിക്കലും മാറ്റില്ല. എന്നാലും എന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അറിഞ്ഞാൽ ഞാനെല്ലാം ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലും സങ്കടപ്പെടരുതെന്ന് കരുതിയിട്ട്, എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്തരുത്. ഇതെനിക്ക് ഭയങ്കര സങ്കടം. മനസ്സിലായല്ലോ? മനസ്സിലായി. അല്ല ദേവയാനി, തനിക്ക് നയനയോടുള്ള പിണക്കം മാറിയോ? പിന്നെ എനിക്ക് അവളോടുള്ള പിണക്കം ഈ ജന്മം മാറുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ?
പിന്നെന്താ താൻ മോളെ ചെന്ന് വിളിച്ചോണ്ട് വന്നത്? ഇവന് വേണ്ടി, ഇവൻ്റെ ഉറക്കത്തിന് വേണ്ടി. എപ്പോഴും ഉറക്കമില്ലാതെ പല രാത്രികളിലും മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവളടുത്തില്ലെങ്കിൽ ഇവന് ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ജയേട്ടൻ്റെ കാര്യം. പിന്നെ ജയേട്ടന് അവളോടുള്ളതൊരു മകളുടെ സ്നേഹമാണെന്ന് എനിക്കറിയാം. അച്ഛൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. കൊച്ചുമോളോട് അച്ഛന് ഇപ്പോഴും സ്നേഹം കൂടുതലാണ്. 3 മരുമക്കളുണ്ട്. 3 മരുമക്കളിൽ നയനയോടാണ് ഏറ്റവും കൂടുതൽ പ്രിയം. അങ്ങനെയുള്ളപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് നല്ല കാര്യം ദേവയാനി. എന്തായാലും താനീ ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജയേട്ടനിത് പറഞ്ഞില്ലെങ്കിലും ഞാനിത് ചെയ്യും ജയേട്ടാ. കാരണം അവൾ എനിക്ക് വേണ്ടി ജീവിച്ചവളാ. എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായവളാ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവളെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. എൻ്റെ മരുമകളായി എൻ്റെ കൂടെ അവൾ എന്നും ഉണ്ടാവും. എന്നും എപ്പോഴും എന്നും നമ്മുടെ ദേവയാനി മനസ്സിലാലോചിക്കുകയാണ്. ആദർശേ, ഞാൻ പറഞ്ഞു നിനക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയാ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അറിയാലോ, ഇനി എന്നെ ഭരിക്കാനൊന്നും വരണ്ടെന്ന് പറഞ്ഞേരെ. പിന്നെ ഉറങ്ങാതെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ വീണ്ടും അടിച്ച് പുറത്താക്കും എന്നും ദേവയാനി പറയുന്നത് കേട്ട് ആദർശം ഞെട്ടുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.